ശ്രീ അനിൽകുമാർ, ഇപ്പോൾ 2024 ഇപ്പോൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ആകെ പരിശോധിച്ചാൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആലപ്പുഴ ഒഴികെ 70% താഴെയാണ്. ചാലക്കുടി മുതൽ വടക്കോട്ട് പൊന്നാനി ഒഴികെ 70% മുകളിലായിരുന്നു പോളിംഗ്. എന്നാൽ അതാകട്ടെ 2019 77.67% നിന്നും വളരെയധികം താഴെയുമാണ്. 2014 താഴെയാണ്. ഇന്ന് ഈ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF ദോഷം ചെയ്യുക എന്നൊരു വിലയിരുത്തലിലേക്ക് ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CPIM എത്തിപ്പെടുന്നത്? കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെമ്പാടും BJPയെ ചെറുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ തീവ്രമായ വർഗീയതയുടെ രീതിയിലേക്ക് നരേന്ദ്രമോദി മാറാറുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യത്തെ 2 ഘട്ടം പൂർത്തിയാകും മുമ്പ് തന്നെ അവസാനം പൊട്ടിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാവിധ വർഗീയ വിദ്വേഷ പ്രചരണ രീതികളും അവർ കമ്പക്കെട്ടിന് തീ കൊളുത്തിയ പോലെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അധികാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചരണ്ട ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമതിൽ തെറ്റിയൊരു മനുഷ്യൻ എന്തെല്ലാം വിളിച്ചു പറയുമോ അതേപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് തങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കേണ്ടതാണ് എന്ന ബോധം പോലും BJP നേതാക്കന്മാർക്കില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണ്? BJPയിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർ നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിൽ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുഴഞ്ഞുകയറ്റക്കാരനാണ്. നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഇങ്ങനെ യാന്ത്രികമായി സന്താനോൽപാദന ഫാക്ടറികൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണോ BJPയെക്കുറിച്ച്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇടതുപക്ഷം പ്രത്യയശാസ്ത്രപരമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. ഇന്ത്യ ആകമാനം നരേന്ദ്രമോദി സർക്കാരിനെതിരായ വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും നല്ല നിലയ്ക്ക് കേരളത്തിൽ വോട്ടായി മാറി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്, ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് ചൂണ്ടിക്കാണിച്ചത്, കേരളത്തിൽ BJP ഒരു സീറ്റിലും വിജയിക്കാൻ പോകുന്നില്ല. നമ്മളുടെ ആത്മവിശ്വാസം 2ാം സ്ഥാനത്ത് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 മുന്നണികൾ തമ്മിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ള കേരളത്തിലെ 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും. ആ മണ്ഡലങ്ങളിലും നന്നായിട്ട് പോളിംഗ് കുറഞ്ഞു. അപ്പോൾ 3 മുന്നണികളും വല്ലാത്ത പരിശ്രമം നടത്തിയിട്ടും പോളിംഗ് ബൂത്തിൽ ആളെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആരോടാണ് വിരക്തി? കേരളത്തിൻ്റെ വിരക്തി ആരോടാണ്? 2014 ഉണ്ടായതുപോലെ നരേന്ദ്രമോദിയോട് അനുകൂലമായൊരു BJPക്ക് അനുകൂലമായൊരു മുന്നേറ്റം കേരളത്തിൽ നിന്നില്ല. അതെല്ലാവരും സമ്മതിക്കും. 2019 ഉണ്ടായതുപോലെ രാഹുൽ ഗാന്ധിയുടെ അഭിനിവേശം ഇന്ന് കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ വയനാട്ടിൽ വയനാട്ടിലെങ്കിലും പോളിംഗ് യഥാർത്ഥ നിലയിലെത്താൻ കഴിഞ്ഞ നിലവാരത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. വയനാട്ടിൽ പോളിംഗ് ഇടിഞ്ഞതിന് രാഹുൽ ഗാന്ധിക്ക് എന്ത് ന്യായം പറയാനുള്ളത്? രാഹുൽ ഗാന്ധി എഫക്റ്റ് ഇല്ലെന്ന് മാത്രമല്ല, അത് വയനാട്ടിൽ പോലുമില്ല. വയനാട്ടിലെ UDF വോട്ടർമാർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർക്ക് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആവേശമോ പുളകമോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ. ഇനി 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശരത്ത് പറഞ്ഞതിന് തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശരത്ത് പറയുന്നത് വടകര മുതൽ വടക്കോട്ടെന്നാണ് പറയുന്നത്. ഞാൻ തിരിച്ചാണ് പറയുന്നത്. വടകരയല്ല, ചാലക്കുടി മുതൽ. ഞാൻ തെക്കോട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, 1ാമത്തെ പോയിന്റ്, ഉത്തര മലബാറിലെ അല്ലെങ്കിൽ മലബാറിലെ ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു 6% പോളിംഗേ കുറഞ്ഞിട്ടുള്ളൂ. അതേ പോളിംഗ് പെർസെൻറ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആലപ്പുഴയിൽ, ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ആലപ്പുഴയിൽ. ആറ്റിങ്ങലിൽ 8% പോളിംഗ് പെർസെൻറ്റേജ് വ്യത്യാസം. അതേസമയം UDF മേൽക്കൈയുള്ള മറ്റു മണ്ഡലങ്ങൾ നോക്കൂ. പത്തനംതിട്ട ജില്ല 12%, ഇടുക്കി ജില്ല 9%, കോട്ടയം ഏതാണ്ട് 10%, മാവേലിക്കര ഏതാണ്ട് 8.5%. ഈ മധ്യ കേരളത്തിലെ ഈ മണ്ഡലങ്ങളിലുണ്ടായ പോളിംഗിൻ്റെ കുറവിന് എന്ത് ന്യായീകരണമാണ് UDF പറയാനുള്ളത്? മലബാർ LDF കേന്ദ്രങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, മലബാറിലുള്ള LDF കേന്ദ്രങ്ങളിൽ പോളിംഗിൻ്റെ കുറവെന്ന് പറയുന്നത് UDF പോളിംഗ് കുറഞ്ഞെന്ന് നമ്മളെ വ്യാഖ്യാനം. അതിന് കാരണം ശരാശരി 5-6% കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ
UDF-ന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ 12%, 11%, 10% വീതം കുറയുന്നു എന്ന് പറഞ്ഞാൽ UDF വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 18 അംഗ UDF-ന്റെ MP-മാരുടെ സംഘം കേരളത്തോട് നീതി കാട്ടുകയോ നരേന്ദ്രമോദിക്കെതിരായി ഫലപ്രദമായ പോരാട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു ഇൻഡിക്കേഷൻ കൂടെ പറയാം. LDF-ന്റെ MLA-മാർ ഉള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു. UDF-ന്റെ MLA-മാർ ഉള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞു നിൽക്കുന്നു. ഇത് കേരളത്തിലെ ഒരു പ്രവണതയാണ്. ഈ പ്രവണത കാണിക്കുന്നത് പോളിംഗിൽ ജനങ്ങൾ കേട്ടില്ല. ഉദാഹരണം പറയാമോ? ഉദാഹരണം തന്നെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ ഞാൻ ഉദാഹരണം പുതുപ്പള്ളി പറയാം. പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ വോട്ടിങ്? 1,28,000 ആളുകൾ വോട്ട് ചെയ്തു. ഇപ്പോൾ വോട്ട് ചെയ്ത് 1,16,000 ഉള്ളൂ. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,000 വോട്ട് കുറയുന്നത് LDF-നെയാണോ UDF-നെയാണോ സഹായിക്കുന്നത്? അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെയുള്ള UDF-ന്റെ MLA-മാരുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് കുറവ്. അതേസമയം നമ്മൾ ഇവിടേക്ക് നോക്കൂ, പത്തനംതിട്ട മണ്ഡലത്തിൽ നോക്കൂ, കടുത്തുരുത്തി പോളിംഗ് വളരെ കുറവാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് വൈക്കം മണ്ഡലം. അത് പാലാ പോളിംഗ് കുറവാണ്. ഏറ്റവും ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് വൈക്കം മണ്ഡലം, അത് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ മണ്ഡലം, അത് കഴിഞ്ഞാൽ UDF-ന്റെ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് വളരെ കുറവാണ്. അത് കോട്ടയം വരും, പുതുപ്പള്ളി വരും, പാലാ വരും, കടുത്തുരുത്തി വരും, കുറവും വരും. ഇനി തിരിച്ച് നമ്മൾ പത്തനംതിട്ട പോയി കഴിഞ്ഞാലോ, അടൂർ മണ്ഡലത്തിലും കോന്നി മണ്ഡലത്തിലും പോളിംഗ് ഉയർന്നു നിൽക്കുന്നു. UDF-ന് സാമ്പ്രദായികമായ മേൽക്കൈയുള്ള മണ്ഡലങ്ങളായിരുന്നു പൂഞ്ഞാർ മണ്ഡലവും കാഞ്ഞിരപ്പള്ളി മണ്ഡലവും. പോളിംഗ് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഈ കുറഞ്ഞ വോട്ടാരുടേതാണ്? LDF-നോട് ഡോക്ടർ തോമസ് ഐസക്കിനോട് പത്തനംതിട്ട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിരക്തി ഉണ്ടാവും. അവിടെയാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ആളുകളൊരു തീരുമാനമെടുത്തത് എന്താണ്? LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിലേക്ക് എത്തിയില്ലെങ്കിലും UDF-ൽ നിന്നും ജനങ്ങളകന്നു കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നത്തെ വിലയിരുത്തൽ തെളിയിക്കുന്നത് UDF-ൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അവർ LDF-ലേക്ക് എത്തിയില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ LDF-ന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്താൻ വളരെ വളരെ ക്ഷമാപൂർവമായ ഒരു ഇടപെടൽ ഇനിയുള്ള തുടർന്നുള്ള 2 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചെയ്യും. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ എല്ലാ തരത്തിലും കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഈ ഗവൺമെൻറ് പാർട്ടിയും മുൻകൈയെടുത്ത് നടത്തും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. UDF-നെതിരായിട്ട് വോട്ട് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാതെ വിട്ടുനിന്ന രാഷ്ട്രീയ തീരുമാനമെടുത്ത മനുഷ്യരും കേരളത്തിലുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീരുമാനിക്കുന്നത്.